ഇരിക്കുന്നത് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ കോഡ് 88/2025 എ ആണ് കേട്ടോ. കോഡ് എ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാളിൻ്റെ കാലത്ത്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1917. 1917 മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം നടന്നതും 1917 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതെല്ലാം? തെറ്റായതാണ് ചോദിച്ചത്. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. അത് തെറ്റാണ്. ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് കേട്ടോ. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അത് ശരിയാണ്. കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൻവർ സിംഗ്. തെറ്റാണ്. കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ. അത് ശരിയാണ് കേട്ടോ. സോ 1, 3 എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള വരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? വെല്ലസ്ലി പ്രഭു ആണ് കേട്ടോ. വെല്ലസ്ലി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭു. കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 100ാം വാർഷികം ഏതിൻ്റെയാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനാണ്? ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താനാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും എന്നുള്ളതാണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏതാണ്? പ്രയരീസ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കേട്ടോ. PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം? 2023 കൂടിയ G20 ഉച്ചകോടിയുടെ മുദ്രാവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളതാണ്. 2023 G20 ഉച്ചകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ന്യൂഡൽഹിയിലാണ് നടന്നതെന്നുള്ളത്. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളതാണ്. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം? ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്തതെന്ന് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏതാ? ചിനാബ് നദിയിലാണ് ബംഗ്ലിഹാർ അണക്കെട്ട്. ചിനാബ് നദിയിലാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 2025 മെയ് 2 ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടറാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ് കേട്ടോ. സോ ഇത് ഓർത്തു വെച്ച് പഠിക്കണം. 2025 മെയ് 2 നരേന്ദ്രമോദി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടറുമാണ്. ഓക്കെ, 4 പോയിന്റുകൾ ഓർത്തു വെച്ച് പഠിക്കണേ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്? ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധമില്ലാത്തത്. ഓക്കെ, 1991 ആരംഭിച്ചു. ശരിയാണ്. ആഗോളവൽക്കരണം ശരിയാണ്. നരസിംഹ റിപ്പോർട്ട് അനുസരിച്ചാണ്
പുത്തൻ സാമ്പത്തിക നയം വന്നത്. കാർവേ കമ്മിറ്റി, അത് തെറ്റാണ് കേട്ടോ. പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല കാർവേ കമ്മിറ്റി. അപ്പം 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, 4 ബന്ധമില്ലാത്ത കാർവേ കമ്മിറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. അപ്പോൾ പുത്തൻ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? 1991 പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ച്. ആഗോളവൽക്കരണം ഇതിൻ്റെ പ്രത്യേകതയാണ്. നരസിംഹ റിപ്പോർട്ട് പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിയ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരി അല്ലാത്തത് ഏതെന്നാണ്? ഓക്കെ, ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നത് ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ 28 സ്വർണം നേടി, ശരിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്, തെറ്റാണ്. ചൈനയിലെ ഫാങ് ഫൂവിൽ നടന്നു, ശരിയാണ്. അടുത്തത് ജപ്പാനിൽ നടക്കും, അപ്പം അതും ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് കേട്ടോ, ബി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യ 3-ാം സ്ഥാനം നേടി എന്നുള്ളത്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇന്ത്യക്ക് എത്ര സ്വർണം നേടി? 28 സ്വർണം നേടി. അത് നടന്നത് എവിടെയാണ്? ചൈനയിലെ ഫാങ്ഫൂവിലാണ്. ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ജപ്പാനിലാണെന്നുള്ളത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, ശരിയാണ്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു, അത് തെറ്റാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് നയിച്ചത്, ശരിയാണ്. രാസവള കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു, അതും ശരിയാണ്. അപ്പോൾ ഇത് ശരിയല്ലാത്തത് ഏതാ? 2 മാത്രമാണ് കേട്ടോ. അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അമൃത് കാൽ ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. 1946 ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തുകയും 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുകയും ചെയ്തു. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ശരിയാണ്. 2008 ഈ നിയമം വന്നത്, തെറ്റാണ്. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്, അതും ശരിയാണ്. സോ 1, 3 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നീതിന്യായ പുനരവലോകനം ഏതിൽ നിന്നാണ്? അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ് നീതിന്യായ പുനരവലോകനം. ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ V. രാമസുബ്രഹ്മണ്യമാണ് കേട്ടോ. V. രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 324 കേട്ടോ. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തതേത്? സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി മാറിയത്. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. 1973 സുപ്രീം കോടതി വിധിപ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ശരി അല്ലാത്തത്
ഏതെന്നാണ് കേട്ടോ. ശരിയല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ഡൗട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ അവർ എ ആണിത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, PSC ആൻസർ പ്രകാരം എ ആണ്. ഓക്കെ, ആൻസർക്ക് ഇട്ടിരിക്കുന്ന ഏതാണ്. പക്ഷേ എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ആർക്കെങ്കിലും കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാം കേട്ടോ. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റി ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടവകാശം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭരണഘടനാ ഭേദഗതിയാണേ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപ്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പാർലമെൻറ്റാണ് അംഗീകാരം നൽകണമെന്നാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നാണ്. ശരിയായിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 186 ശരിയാണ്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205 ശരിയാണ്. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 183 അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ 1, 2 എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡി ആണ്. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സോ സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഏതൊക്കെയാണ്? 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 186 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205 ഓർത്തു വെക്കണേ. സെക്ഷൻ 186 205 പക്ഷേ 1994 കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കണ്ട വർഷം 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത്. 2007 മെയ് 4. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് വർഷം 1994 എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മാസവും ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1994 ഏപ്രിൽ 13 കേട്ടോ. ഏപ്രിൽ 13 കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിലാണ് കേട്ടോ. ഹീമോസോയിലാണ്. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ തന്നിരിക്കുന്നവ ഹീമോസോയിലാണ് കേട്ടോ. ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ് കേട്ടോ. IgA ആണ്. മുലപ്പാലിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലാണ് IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV വാക്സിനേഷനാണ്. HPV വാക്സിനേഷൻ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടാണ് HPV വാക്സിനേഷൻ. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാൻജിയോഫൂജിയ, എനിഗ്മച്ചന്നഗൊല്ലം. അപ്പോൾ 4 ഉണ്ട് കേട്ടോ. ABCD 4 ഒന്ന് ഓർത്ത് വെക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ് കേട്ടോ.
പെട്ടെന്ന് ഓർക്കാൻ വെച്ചാൽ മതി. അവസാനം ക്ലിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പിന്നെ പാൻജിയോ ഫൂജിയ, പിന്നെ എനിഗ്മ ചെന്നഗൊല്ല. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അന്തരീക്ഷമർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏത്? പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ടെന്നുള്ളത് പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട കേട്ടോ. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിവുണ്ട്, നിശ്ചിത വേഗതയുണ്ട്, ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം സ്പേസ് എക്സിൻ്റെയാണ് സ്റ്റാർഷിപ്പ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, അല്ലെങ്കിൽ ബഹിരാകാശ ഏജൻസിയുടെയാണ് സ്റ്റാർഷിപ്പ് കേട്ടോ. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? സോഡിയം കാർബണേറ്റ് ലായനി എന്ന് പറയുമ്പോൾ pH മൂല്യം 7ൽ കൂടുതലാണ് കേട്ടോ. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ബേസാണ്. സോ അതിൻ്റെ pH എന്ന് പറയുന്നത് എപ്പോഴും 7ൽ കൂടിയിരിക്കും. അറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ വരുന്നു? 23. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ വരുന്നു? ഡി ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, ഡി ബ്ലോക്കിലാണ് വരുന്നത്. നമുക്കത് എഴുതി നോക്കിയാൽ മതി. 1s2, 2s2, 2p6, 3s2, 3p6 and 3d എത്ര? 10, 16, 18, 19, 20, 21, 22, 23. 5 വരും കേട്ടോ. അപ്പോൾ ഡി ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻറ്റിലാണ് വരുന്നത്. നെക്സ്റ്റ്, 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോളാണ്. 5 മോള്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോള്. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് നിക്രോമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിക്രോം. രാജ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്ത ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. അപ്പം 1, 2, 3 ഉള്ളത് ശരിയാണ് കേട്ടോ. കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനിച്ചത്. ശകുന്തള എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെയാണ്. ചിത്രകലാ ശൈലിയിൽ പ്രമുഖനാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്ന ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? എൻ്റെ ഗുരുനാഥൻ സാഹിത്യമഞ്ജരിയുടെ 4ാം ഭാഗത്തിൽ നിന്ന്. സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തിൽ നിന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയിരിക്കുന്നത്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനം. അതും ശരിയാണ്. രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആന ക്ലൈനിനും നിക്കോൾ അയേഴ്സിനുമൊപ്പമാണ് സുനിത വില്യംസ് ബുച്ച് വിൽമോറും ബഹിരാകാശത്തു നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. തെറ്റാണ്. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. തെറ്റാണ്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബിച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അത് ശരിയാണ്. സോ 3 മാത്രമാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. 286 ദിവസത്തെ.
നെക്സ്റ്റ് മാത്സ് പാർട്ടാണ്. ഞാൻ ആൻസർ മാത്രം വായിച്ചു പോകുന്നതേ ഉള്ളൂ. 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0.375. 52 ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. 53ാമത്തത് 18.6. 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. 55 കോണുകളുടെ തുക 8100 ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. 47 വശങ്ങളാണ്. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? √2 മടങ്ങാണ്. അടുത്ത ക്ലോക്കിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ വരുന്നത് 135. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആൻസർ 16 വരുന്നത്. 59ാമത്തേൻ്റെ 9:27 ആണ് വരുന്നത്. 60ാമത്തത് 24. 61 എന്ന് പറയുന്നത് 14. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ലെവൽ ക്വസ്റ്റ്യനുകൾ ആൻസേഴ്സുമാണ്. ഞാൻ തൽക്കാലം അതിലേക്ക് പറയുന്നില്ല. ഇത് ജനറൽ പാർട്ടിൽ നിന്നുള്ള ഇത്രയും ക്വസ്റ്റ്യനുകൾ ആൻസേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനും ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.